വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ മെയിൻ പാർട്സുകൾ, അതുപോലെ വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് വൺ, സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ മാനുവൽ ടൈപ്പുണ്ട്, ഓട്ടോമാറ്റിക് ടൈപ്പുണ്ട്. നമ്മൾ മാനുവൽ ടൈപ്പാണ് ഇപ്പോൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ മാനുവൽ ടൈപ്പ്. സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ മാനുവൽ ടൈപ്പ് റൈറ്റ് സൈഡിൽ ഫിഗറായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇൻ ദി ഓട്ടോ ട്രാൻസ്ഫോമർ ഷോൺ ഇൻ ദ ഫിഗർ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസസ് ആസ് ദ ടാപ്പ് ചേഞ്ചിങ് സ്വിച്ച് S1 ഈസ് ടേൺഡ് ക്ലോക്ക് വൈസ്. ഫിഗറിൻ്റെ അകത്ത് S1 എന്ന് പറയുന്ന S2 എന്ന് പറയുന്ന ഫിഗർ കാണിച്ചിട്ടുണ്ട്. S1 അല്ല, സോറി, S2 ആണ്. ഈ സ്വിച്ചിനെയാണ് അവർ കാണിക്കുന്നത്. ആ ടാപ്പ് ചേഞ്ചിങ് സ്വിച്ചാണ് S2 എന്ന് പറയുന്നത്. ടാപ്പ് ചേഞ്ചിങ് സ്വിച്ചാണ്. S2 എന്ന് പറയുന്ന സ്വിച്ചിനെ നമ്മൾ ഓരോ പൊസിഷനിലേക്കും മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് S2 എന്ന് പറയുന്ന സ്വിച്ചിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ മതി. Then the output voltage can be seen by connecting a voltmeter in the output side. ഔട്ട്പുട്ട് സൈഡിൽ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ സാധിക്കും. വോൾട്ടേജ് ക്യാൻ ബി ചേഞ്ച്ഡ് വിത്തിൻ ±10% ഓഫ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഡിസൈർഡ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ 10%ഓളം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വോൾട്ടേജ് ക്യാൻ ബി ചേഞ്ച്ഡ് വിത്തിൻ ±10% ഓഫ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഡിസൈർഡ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ±10%ഓളം ഡിക്രീസോ ഇൻക്രീസോ ആണ് വോൾട്ടേജിനകത്ത് വരുത്താൻ സാധിക്കുന്നത്. എ പുഷ് ബട്ടൺ S1 enables to measure the incoming voltage. ഇനി ഇൻകമ്മിങ് വോൾട്ടേജിനെ മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്നത് ഏതാണ്? S1 എന്ന് പറയുന്ന പുഷ് ബട്ടണാണ്. S1 എന്ന് പറയുന്ന പുഷ് ബട്ടൺ ഇപ്പോൾ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്? അപ്പ് 1 അപ്പ് 1 എന്ന പൊസിഷനിലാണ്. അപ്പ് 1 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇപ്പോൾ S1 ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പൊസിഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, സ്വിച്ചിനെ നമ്മൾ പുഷ് ചെയ്ത്, അതായത് പുഷ് ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് നേരെ കണക്ഷൻ പോകുന്നത്? നേരെ ലൈനിലേക്കാണ് കണക്ഷൻ പോകുന്നത്. അതായത് S2ൻ്റെ ഫസ്റ്റ് ടാപ്പിലേക്കായിരിക്കും കണക്ഷൻ പോവുക. ലൈനിലേക്ക് ഇപ്പോൾ നേരെ നമുക്ക് ഇൻകമിങ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് എത്രയാണ് എന്ന് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ ഈ പുഷ് ബട്ടനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ നേരെ ലൈനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ലൈൻ വോൾട്ടേജ് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വോൾട്ട് മീറ്ററിൽ നമുക്ക് വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ സാധിക്കും. ഇനി സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഓട്ടോമാറ്റിക് ടൈപ്പ് ആണെങ്കിലോ? ഓട്ടോമാറ്റിക് ടൈപ്പ് സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ഫിഗറാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. T1 ഈസ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ വിത്ത് മൾട്ടിപ്പിൾ ടാപ്പിങ്സ്. T1 എന്ന് പറയുന്ന ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മൾട്ടിപ്പിൾ ടാപ്പിങ്സ് ഉണ്ട്. S1 ഒരെണ്ണം, S2, ദെൻ PQR, അങ്ങനെ മൾട്ടിപ്പിൾ ടാപ്പിങ്സ് ഉള്ള ഒരു ഓട്ടോ ട്രാൻസ്ഫോമറാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. S1 ആൻഡ് S2 ആർ 2 സെക്കൻഡറീസ് ഫോർ റിലേ ഓപ്പറേഷൻ. റിലേ ഓപ്പറേഷൻ RL1 അതുപോലെ RL2, അങ്ങനെ 2 റിലേസ് ആണുള്ളത്. ഈ 2 റിലേയുടെയും ഓപ്പറേഷന് വേണ്ടിയിട്ട് S1 ആൻഡ് S2 അങ്ങനെ 2 സെക്കൻഡറീസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദ സെക്കൻഡറി വോൾട്ടേജ് ഓഫ് S1 ഈസ് റെക്ടിഫൈഡ് ആൻഡ് ഫിൽറ്റേർഡ് ഫോർ ദ യൂസ് ഓഫ് ദി സെൻസിങ് സർക്യൂട്ട്. സെക്കൻഡറി വോൾട്ടേജ് S1 എന്ത് ചെയ്യുന്നുണ്ട്? റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ ഫിൽറ്ററും ചെയ്യുന്നുണ്ട്. എന്നിട്ടത് എന്താ ചെയ്യുന്നത്? സെൻസിങ് സർക്യൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് S1 എന്ന് പറയുന്ന സെക്കൻഡറി വോൾട്ടേജിനെ യൂസ് ചെയ്യുന്നത്. ദെൻ വോൾട്ടേജ് S2 ഈസ് റെക്ടിഫൈഡ് ആൻഡ് ഫിൽറ്റേർഡ് ഫോർ ദി യൂസ് ഓഫ് ദി റിലേ ഓപ്പറേഷൻ. S2നെ റെക്ടിഫൈ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് അതിന് റിലേ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. P1 and P2 are the preset variable resistors used for the adjustment.
അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന, അതായത് 2 സെനർ ഡയോഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. DZ1 ഉണ്ട്, DZ2 ഉണ്ട്. ഈ രണ്ടിലേക്കുള്ള വോൾട്ടേജിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 2 വേരിയബിൾ റെസിസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനാണ് പ്രീസെറ്റ് വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്നാണ് പറയുക. അതാണ് P1ഉം P2ഉം. അങ്ങനെ 2 റെസിസ്റ്റേഴ്സാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. R1, P1 ആൻഡ് R2 പ്രൊവൈഡ് സെൻസിങ് വോൾട്ടേജ് ടു ദ സെനർ ഡയോഡ്. സെനർ ഡയോഡിലേക്ക് സെൻസിങ് വോൾട്ടേജസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? R1, P1 ആൻഡ് R2. R1, P1 ആൻഡ് R2 സെനർ ഡയോഡ് DZ1ലേക്ക് സെൻസിങ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ R3, R4 ആൻഡ് P2 ആ 3 DZ2 സെനർ ഡയോഡ് 2ലേക്കുള്ള സെൻസിങ് വോൾട്ടേജും പ്രൊവൈഡ് ചെയ്യും. Q1 ആൻഡ് Q2 ആർ ദ 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ്ഡ് ആസ് ദ സ്വിച്ചസ്. ഇവിടെ നമ്മൾ സ്വിച്ചായിട്ട് യൂസ് ചെയ്യുന്നത് Q1 ആൻഡ് Q2 എന്ന് പറയുന്ന 2 ട്രാൻസിസ്റ്റേഴ്സാണ് നമ്മൾ സ്വിച്ചിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Then RL1 ആൻഡ് RL2 ആർ ദ 2 റിലേസ്. ഇതാണ് RL1 ആൻഡ് ദിസ് ഇസ് ദ RL2. അങ്ങനെ 2 റിലേ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി കണ്ടീഷൻസ് നോക്കാം. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ, ഓട്ടോമാറ്റിക് ടൈപ്പ് സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ്. വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ലോ, അതായത് 200 വോൾട്ടിനേക്കാളും കുറവ് സപ്ലൈ മാത്രമേ വരുന്നുള്ളൂ എന്നെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് സപ്ലൈ ആണ്. സിംഗിൾ ഫേസ് സപ്ലൈയുടെ വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് 200 വോൾട്ടേജിലും കുറവാണ് വരുന്നതെങ്കിൽ ബോത്ത് DZ1 ആൻഡ് DZ2 ഡു നോട്ട് കണ്ടക്ട് ആസ് ദ വോൾട്ടേജസ് അറ്റ് ദ പ്രീസെറ്റ് ടാപ്പിംഗ്സ് ആർ ലെസ് ദാൻ ദെയർ സെനർ ഡയോഡ് വോൾട്ടേജസ്. നമുക്ക് വരുന്ന വോൾട്ടേജ് 200 വോൾട്ടേജിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ പറഞ്ഞു P1 ആൻഡ് P2 അങ്ങനെ 2 പ്രീസെറ്റ് ടാപ്പിംഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രീസെറ്റ് ടാപ്പിംഗ്സിൽ വരുന്ന വോൾട്ടേജസ് ഈ സെനർ ഡയോഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെനർ ഡയോഡിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ട വോൾട്ടേജിനേക്കാളും കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ DZ1ഉം DZ2ഉം കണ്ടക്ട് ചെയ്യില്ല. DZ1ഉം DZ2ഉം കണ്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ Q1നും Q2നും സപ്ലൈ കിട്ടില്ല. സോ ട്രാൻസിസ്റ്റർ Q1ഉം Q2ഉം ഓഫ് ആവും. ട്രാൻസിസ്റ്റർ Q1, Q2 സ്വിച്ചസ് ആണ്. 2 സ്വിച്ചും ഓഫ് ആയി കഴിഞ്ഞാൽ റിലേ ഓപ്പറേറ്റ് ചെയ്യില്ല. റിലേ RL1ഉം റിലേ RL2ഉം ഓഫ് കണ്ടീഷനിൽ തന്നെ നിൽക്കും. അറ്റ് ദ ഓഫ് പൊസിഷൻ ഓഫ് ദ റിലേസ്, റിലേയുടെ ഓഫ് പൊസിഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? നോർമലി ഓപ്പൺ കോണ്ടാക്ട്സ് ഓഫ് ബോത്ത് ദ റിലേ കണക്ട് ടെർമിനൽ R ഓഫ് ദി ഓട്ടോ ട്രാൻസ്ഫോമർ. ഇവിടെ നോർമലി ഓപ്പൺ ആയിട്ടുള്ള 2 കോണ്ടാക്ട്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 നോർമലി ഓപ്പൺ കോണ്ടാക്ട്സും റിലേ ആക്ടിവേറ്റ് ആയാൽ മാത്രമേ ഈ സ്വിച്ച് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. ആ സ്വിച്ച് ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ റിലേ ഓപ്പറേറ്റ് ആവാത്ത കണ്ടീഷനിൽ ഈ 2 സ്വിച്ചും, നോർമലി ഓപ്പൺ കണ്ടീഷനിൽ കിടക്കുന്ന ഈ 2 സ്വിച്ചും ഡയറക്റ്റ്ലി ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ R എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. R എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൽ നിന്നും ഇൻക്രീസ് ചെയ്തിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ സോക്കറ്റിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക. അതായത് ഒരു 200 വോൾട്ടേജിനും താഴെയാണെങ്കിൽ 210 to 240 റേഞ്ചിൽ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിലേക്കുള്ള ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യും. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ റേഞ്ച് 210 വോൾട്ടിനും 240 വോൾട്ടിനും ഇടയ്ക്കാണെങ്കിലും, അപ്പോൾ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ളൊരു റേഞ്ചാണിത്. വോൾട്ടേജ് അക്രോസ് S1 ഇൻക്രീസസ് പ്രപ്പോർഷണലി. സോ എന്ത് സംഭവിക്കും? കൊടുക്കുന്ന വോൾട്ടേജ് നോർമലായിട്ടുള്ളൊരു റേഞ്ചിലാണെങ്കിൽ S1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, പ്രപ്പോർഷണലി ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസസ് ദ പ്രീസെറ്റ് ടാപ്പ് വോൾട്ടേജ്, പ്രീസെറ്റ് ടാപ്പ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. സെനർ ഡയോഡ് DZ1 കണ്ടക്ട് ചെയ്യും. Q1 ട്രാൻസിസ്റ്റർ Q1 ഓൺ ആവും. റിലേ RL1 ഓപ്പറേറ്റ് ചെയ്യും. കണക്ട്സ് ദി സപ്ലൈ വോൾട്ടേജ് ഡയറക്ട്ലി ടു ദ ഔട്ട്പുട്ട് ത്രൂ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഓഫ് ദി RL1. ഈ കോണ്ടാക്ട് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യും. നോർമലി ലൈൻ വോൾട്ടേജിനെ ഡയറക്റ്റായിട്ട്, ഇതാണ് ലൈൻ വോൾട്ടേജ്, ഇങ്ങോട്ടൊന്നും പോവാതെ ഡയറക്റ്റായിട്ട് ക്യൂയിലൂടെ ഡയറക്റ്റായിട്ട് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവും. അതിലൂടെ ഔട്ട്പുട്ടിലേക്ക് സപ്ലൈ വോൾട്ടേജ് അതുപോലെ തന്നെ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ എന്ത് ചെയ്യില്ല? RL2 ആൻഡ് ത്രൂ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഓഫ് RL1 ആൻഡ് NC കോണ്ടാക്ട് ഓഫ് RL2. RL2ൻ്റെ NC കോണ്ടാക്റ്റും RL1ൻ്റെ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിലൂടെയാണ് കണക്ഷൻ പോകുന്നത്. RL1 ഇവിടെ ആക്റ്റീവ് ആവുന്നില്ല. RL1 ആക്റ്റീവ് ആവാത്തത് കൊണ്ടാണ് ഈ സ്വിച്ച് ക്ലോസ് ആവാത്തത്. RL1 ആക്റ്റീവ് ആവണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? വോൾട്ടേജ് ഇൻക്രീസ് ആവേണ്ടി വരും.
Then by this operation, the output voltage will be same as the input voltage. Then next, input supply voltage is above 240 voltage. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് 240 വോൾട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ 240 വോൾട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വോൾട്ടേജ് നമ്മൾ കുറയ്ക്കണം. സോ സെനർ ഡയോഡ് DZ2 ഗെറ്റ്സ് വോൾട്ടേജ് ഫ്രം P2. സെനർ ഡയോഡ് DZ2ന് അപ്പോൾ എവിടെ നിന്നാണ് സപ്ലൈ കിട്ടുന്നത്? P2 എന്ന് പറയുന്ന വേരിയബിൾ റെസിസ്റ്ററാണ്. P2 എന്ന് പറയുന്ന വേരിയബിൾ റെസിസ്റ്ററിൽ വരുന്ന വോൾട്ടേജ് കൂടുതലാവുമ്പോൾ DZ2 ഓൺ ആവും. സെനർ ഡയോഡ് 2 ഓൺ ആവുന്ന കണ്ടീഷനിൽ Q2 സ്വിച്ച് ഓൺ ആവും. Q2 സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ റിലേ RL2 ഓപ്പറേറ്റ് ചെയ്യും. റിലേ RL2 എനർജൈസ്ഡ് ആയാൽ ഈ കോണ്ടാക്റ്റ് ഇങ്ങോട്ട് വീഴും. നേരെ കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? Pയിലേക്കാണ് പോകുന്നത്. നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിലൂടെ Pയിലേക്ക് കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഇൻകമിങ് വോൾട്ടേജിനേക്കാളും കുറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ്, ഇത് റെഡ്യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യും. യൂഷ്വലി 12 volt DC relays with the required current ratings of the contacts are preferred for stabilizers. സ്റ്റെബിലൈസേഴ്സിന് സാധാരണയായിട്ട് യൂസ് ചെയ്യാനുള്ള റിലേസ് ഏതൊക്കെയാണ്? 12 volt DC റിലേസ് ആണ് സാധാരണ. 12 volt DC റിലേസ് വിത്ത് റിക്വയർഡ് കറണ്ട് റേറ്റിംഗ്സ് ഓഫ് കോണ്ടാക്ട്സ്. റിക്വയർഡ് കറണ്ട് റേറ്റിംഗ്സ് ഓഫ് കോണ്ടാക്ട്സ് ഉള്ള 12 volt DC റിലേസ് ആണ് സാധാരണഗതിയിൽ സ്റ്റെബിലൈസേഴ്സിന് യൂസ് ചെയ്യാറുള്ളത്. ഡയോഡ്സ് ഓർ കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് across the relay coil to protect the transistors from reversed induced EMF when the relays become off. അപ്പോൾ റിലേ ഓഫായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ റിവേഴ്സ്ഡ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ റിവേഴ്സ്ഡ് ഇൻഡ്യൂസ്ഡ് EMFൽ നിന്നും ട്രാൻസിസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫിഗറിനകത്ത് ഇവിടെ ഡയോഡ്സും കപ്പാസിറ്റേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിവേഴ്സ്ഡ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നതിൽ നിന്നും ട്രാൻസിസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയോഡ്സും കപ്പാസിറ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിവേഴ്സ്ഡ് ഇൻഡ്യൂസ്ഡ് EMF വരുവാണെങ്കിൽ ഡയോഡ്സും കപ്പാസിറ്റേഴ്സും വർക്ക് ചെയ്യില്ല. ഫോർവേഡ് ആണെങ്കിൽ മാത്രമേ ഡയോഡുകളും വർക്ക് ചെയ്യുള്ളൂ. ദെൻ LED ഇൻഡിക്കേറ്റേഴ്സ് ആർ സംടൈംസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ മോഡ് ഓഫ് ഓപ്പറേഷൻ സച്ച് ആസ് ദ ബക്ക്, നോർമൽ, ബൂസ്റ്റ് എക്സെട്ര. നമുക്ക് പഴയ സ്റ്റെബിലൈസേഴ്സിനകത്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഏത് മോഡിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബക്കിലാണോ ബൂസ്റ്റിലാണോ നോർമലിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് ആർ അവൈലബിൾ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വിത്ത് 1 to 3 റിലേസ് ടു പ്രൊവൈഡ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 200 to 240 വോൾട്ട്. സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് സാധാരണ ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വെച്ചിട്ട് വരാറുണ്ട്. അതിൽ ഒന്നിൽ കൂടുതൽ, ഒന്നോ അതിൽ 3 വരെയുള്ള റിലേസും സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ സാധാരണ റേഞ്ച് 200 മുതൽ 240 വോൾട്ട് വരെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്ന രീതിയിൽ 3 റിലേസ് വരെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റെപ്ഡ് വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് വരാറുണ്ട്. ദേ ആർ സ്പെസിഫൈഡ് ഫോർ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷൻ ആൻഡ് ഫോർ ദെയർ ഔട്ട്പുട്ട് KVA റേറ്റിംഗ്സ്. ഔട്ട്പുട്ടും അതുപോലെ KVA റേറ്റിംഗ്സ് അതുപോലെ വോൾട്ടേജ് വേരിയേഷനൊക്കെ മാക്സിമം ആയിട്ട് വരുന്നത് കേസിൽ, അതായത് അതിൻ്റെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ലിമിറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 170 to 270 വോൾട്ട് 1 KVA റേറ്റിംഗ് മുതൽ 135 to 260 വോൾട്ട് 0.5 KVA റേറ്റിംഗ് വരെ സാധാരണ നമുക്ക് സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ട് അവൈലബിൾ ആണ്. ദെൻ സം ഓഫ് ദ സ്റ്റെബിലൈസേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ഓവർ വോൾട്ടേജസ് ആൻഡ് അണ്ടർ വോൾട്ടേജ് കട്ട് ഓഫ് ടു പ്രൊട്ടക്ട് ദി കണക്റ്റഡ് എക്യുപ്മെൻറ്റ്. ചില സ്റ്റെബിലൈസേഴ്സിൽ ഓവർ വോൾട്ടേജ് കട്ട് ഓഫും അതുപോലെ അണ്ടർ വോൾട്ടേജ് കട്ട് ഓഫും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ കണക്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓവർ വോൾട്ടേജ് ആൻഡ് അണ്ടർ വോൾട്ടേജ് കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി ആപ്ലിക്കേഷൻസ്. സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് ആർ യൂസ്ഡ് അലോങ് വിത്ത് റെഫ്രിജറേറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സ്, TV, VCR എക്സെട്ര. നമ്മളിതിൻ്റെയൊക്കെ കൂടെയാണ് സാധാരണ സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. കളർ TVs with self-contained switched mode power supplies do not require voltage stabilizer as they are designed to operate from the 130 to 260 volt. സാധാരണഗതിയിൽ നമ്മൾ കളർ TVs പുതുതായിട്ട് വരുന്ന TV എല്ലാം സെൽഫ് കണ്ടെയ്ൻഡ്, അവർക്ക് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ അതിൻ്റെ അകത്ത് തന്നെ വരുന്നത് കാരണം ഏതാണ്ട് ഒരു 130 to 260 വോൾട്ടിൽ വേരി ചെയ്യുന്ന രീതിയിൽ ആണ് അതിൻ്റെ സ്റ്റെബിലൈസർ, ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റെബിലൈസറിനെ ഡിസൈൻ ചെയ്തിട്ട് വരുന്നത് കാരണം നമ്മൾ എക്സ്ട്രാ വേറെ സ്റ്റെബിലൈസർ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.